നമുക്ക് യേശു ക്രിസ്തുവിലുള്ളായിരിക്കുന്ന പ്രത്യാശ, നമ്മുടെ പ്രത്യാശ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയപ്പോഴൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിനും. ആശ എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യാശയാണ്. വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം എന്ന് എഫെസോസുകാരോട് പറയുന്നുണ്ട്. ഒരു ആവറേജ് കാഴ്ചപ്പാടാണ് പലപ്പോഴും ക്രിസ്ത്യാനികളായിരിക്കുന്നത് നമുക്ക് പലർക്കും ഉള്ളത്. എന്നാൽ ദൈവവചനം ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആവറേജ് കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വലിയ വലിയ പ്രത്യാശയുടെ, എന്താ പറയുന്നത്, വലിയ നിധി കൂമ്പാരം തന്നെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ക്രിസ്തു യേശുവിനെ വിശ്വസിച്ചാൽ എനിക്ക് എൻ്റെ നിത്യതയിൽ എൻ്റെ സന്തോഷം എന്തായിരിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കൂടുതൽ ബലം പകരുന്നതും സന്തോഷം പകരുന്നതുമായിരിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ നിന്ന് 2 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പൊ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കണ്ടെത്തിയായിരിക്കുന്ന ആ കർത്താവിനെ കുറിച്ച് പൗലോസിന് പറയാനായിട്ടുള്ളത്, താൻ ദമസ്കോസിൽ വെച്ച് ആ ഭയങ്കരമായിരിക്കുന്ന തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ, നീ ആരാകുന്നു കർത്താവേ എന്ന് അതിശയത്തോടെ പൗലോസ് ചോദിച്ചു. പക്ഷെ നീ ഉപദ്രവിക്കുന്ന യേശു ആണ് ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഒരു മറുപടി മാത്രമേ കേട്ടുള്ളൂ. എന്നാൽ പൗലോസിന് പിന്നീട് മനസ്സിലായി, അവൻ സർവത്തിനും മീതെ. എന്ത് നമ്മളിവിടെ വായിച്ചത്? അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സർവത്തിൻ്റെയും മീതെ ദൈവമായിരിക്കുന്നവനാണ് ഈ തൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന ആ വ്യക്തി എന്നുള്ളത് പിൻകാലത്ത് പൗലോസിന് മനസ്സിലായി. എല്ലാത്തിൻ്റെയും മീതെ ഉന്നതനായിരിക്കുന്ന ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം. ധാരാളം വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ മുഖാന്തരവും അവനായിട്ടും ഉളവായി. അല്ലേ? നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിലും വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാം അവൻ മുഖാന്തരം ഉളവായി. എല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന 1-ാമത്തെ വാക്യം, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു? ദൈവകൃപ. അതായത് സകല മനുഷ്യർക്കും രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവകൃപ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? നമ്മൾ ഈ ലോകത്തില് എന്താണ് ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർന്നുവല്ലോ. ഈ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെന്നാ പറഞ്ഞേ പൗലോസ്? എന്തെന്നാ പറഞ്ഞേ? ഒന്ന് ശ്രദ്ധിച്ചേ. എന്തെന്ന് വായിച്ചേ? മഹാദൈവം. നോക്കിയേ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ. അപ്പോൾ ഞാൻ ഈ 2 വാക്യം ചൂണ്ടിക്കാണിച്ചത്, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കേവലം ഒരു ചെറിയ ദൈവമായിട്ടോ അതല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയുള്ള മനുഷ്യരിൽ ഒരു ശ്രേഷ്ഠതയുള്ള മനുഷ്യനായിട്ടോ ഒക്കെ ചിത്രീകരിക്കുന്ന ആ ചിത്രീകരണം എത്ര തെറ്റായിരിക്കുന്ന കാര്യമെന്നറിയോ? മഹാദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അതിഭയങ്കരനായിരിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആരാണ് ഈ ശിശു? ജനിക്കാൻ പോകുന്നവനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്. ആ ജനിക്കാൻ പോകുന്ന ശിശു ആരാണെന്ന് പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുകയാണ്.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അൽ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. നോക്കിക്കേ, ജനിക്കാൻ പോകുന്ന ആ ശിശുവിനെ കുറിച്ച് പറഞ്ഞായിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ ശിശു ആരാണെന്ന്? ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന്റെ പേര് എന്തൊക്കെയാണ്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. കർത്താവായ യേശുക്രിസ്തു ആരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ പരിമിതികൾ ചിലപ്പോൾ നമ്മളുടെ വിശ്വാസത്തെ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞെങ്കിൽ മാത്രമേ നാം ഇപ്പോൾ നിൽക്കുന്നതായിരിക്കുന്ന ഈ സ്ഥിതിയിൽ നമ്മളെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ആ നിത്യപിതാവായിരിക്കുന്ന ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്തായിരിക്കുന്ന വൻ കൃപയെക്കുറിച്ച് ധ്യാനിക്കാനും സന്തോഷിക്കാനുമായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇങ്ങനെയുള്ളവനായിരിക്കുന്ന ദൈവം, രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ പറയാം. ഇങ്ങനെയുള്ളവനായിരിക്കുന്ന ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഒറ്റ വാക്കിൽ എല്ലാവരും പറയും, എന്താ പറയുക, സകല മനുഷ്യരെയും രക്ഷിക്കാൻ, മനുഷ്യകുലത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ വേണ്ടി വന്നു. സത്യമാണ്. എന്നാൽ അതിൻ്റെ ചില വിശദാംശങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ഒരു 2, 3, 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു? ഒന്നാമത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ ജനത്തിനായിട്ടാണ് വന്നത്. തൻ്റെ ജനം ആരാ? ഇസ്രായേൽ മക്കൾ അല്ലേ? തൻ്റെ ജനത്തിനായിട്ടാണ് വന്നത്. മത്തായി സുവിശേഷം 1:21 വായിച്ചേ. ദൂതൻ പറഞ്ഞ വാക്ക് എങ്ങനെയാണ്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇത് വായിച്ചാലും ഇന്നത്തെ മനുഷ്യർ എന്ത് പറയുന്ന അറിയാവോ? തൻ്റെ ജനം എന്ന് പറഞ്ഞാൽ നമ്മളാന്ന് പറയും. എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ, തൻ്റെ ജനം നമ്മളാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളാരും അല്ല തൻ്റെ ജനം. തൻ്റെ ജനം എന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അവരെ രക്ഷിക്കാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ജനം എന്നുള്ളതായിരിക്കുന്ന ആ പ്രത്യേക പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള ആരാ? അപ്പൊ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനം. ഇനി ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പൊ ഇവിടെ തൻ്റെ ജനം എന്ന് പറഞ്ഞാരാ? നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു. സ്വജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേല്. ഒരു നാളും ഇല്ല, ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മള് മത്തായി സുവിശേഷത്തിൽ എന്തെന്നാ വായിച്ചേ? അവൻ എന്തെന്ന് പേരിടണം? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ളായിരിക്കുന്ന വരവിന്റെ പ്രഥമ ഉദ്ദേശം എന്തായിരുന്നു? തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക, തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതൊന്നുമല്ല. എനിക്കങ്ങനെ എൻ്റെ അഭിപ്രായം ബൈബിൾ തുറന്നു വെച്ച് പറയാനൊന്നും പറ്റുകയില്ല. അപ്പം അത് ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവാരാ? ദാവീദ്. അതായത് മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ആ മനുഷ്യത്വത്തിൽ നിന്നുള്ള പിതാവാണ് ദാവീദ്. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ രണ്ടാമത്തെ ഉദ്ദേശം. ഞാൻ ഒന്നാമത്തെ ഉദ്ദേശം പറഞ്ഞു, നിങ്ങളാരും മറക്കരുത്. ഒന്നാമത്തെ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ
പ്രഥമ ഉദ്ദേശം തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക, ഇസ്രായേൽ ജനത്തെ. രണ്ടാമത്തെ ഉദ്ദേശം തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ദാവീദിൻ്റെ സന്തതിയായിരിക്കുന്ന രാജാവായി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് എന്നേക്കും അവരെ വാഴുവാൻ. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ നാളുകളെല്ലാം പറഞ്ഞല്ലേ. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം യഹൂദന്മാരുടെ രാജാവായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജ്യത്വം അനുഭവിച്ചുകൊണ്ട് ദാവീദിൻ്റെ സിംഹാസനസ്ഥനായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ശരി, ഇനി മറ്റൊരു കാര്യം, കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ളായിരിക്കുന്ന വരവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ, എന്നാലേ നമ്മൾ ഈ പഠിക്കുന്ന വിഷയം, കാരണം ഇത് ഞാൻ വാക്യം പ്രതിവാക്യമായിട്ട് ഇത് കാണിച്ചു തരുന്നത് നിങ്ങളെ. ഒന്ന്, നമ്മുടെ കർത്താവായി, ഞാൻ ഒന്നാമത് പറഞ്ഞ ഇതാണ്, മെമ്മറിയിൽ വേണം. ഒന്ന്, ഭൂമിയിൽ താണിറങ്ങി മനുഷ്യനായി ജനിച്ച് ജീവിച്ച് കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തു ആരാണെന്ന് ഞാൻ കാണിച്ചു. അവൻ മഹാദൈവം അല്ലേ, അത്ഭുത മന്ത്രി, നിത്യപിതാവ്, പിന്നെ പൗലോസ് അടക്കം എല്ലാവരും പറയുന്നത് അവൻ നിത്യനായിരിക്കുന്ന ദൈവമാണ്, അവനാണ് മഹാദൈവം എന്നുള്ളായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ കർത്താവായ യേശു ക്രിസ്തു എന്തിനു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജാവായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴാനുള്ള രാജാവായിട്ട് തീരേണ്ടതിന്, അത് അബ്രഹാം മുതലേ വാഗ്ദത്തം ചെയ്താണ്. ആ രാജ്യത്വം ഭരണത്തിനായിട്ടാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയേണ്ട ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്തിനാണെന്നറിയാവോ? സകല പാപികളെയും രക്ഷിക്കാൻ, സകല പാപികളെയും. അപ്പൊ ഇത് അവഗണിച്ചുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. 1 തിമോത്തിയോസ് 1:15 ഒന്ന് വായിച്ചേ. ക്രിസ്തു യേശു, എല്ലാവർക്കും കാണാതെ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഒന്നിച്ച് പറയാം, അത് നല്ല വാക്കാ, നമുക്ക് ഒന്നിച്ച് പറയുമ്പോൾ സന്തോഷം വരും. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യവുമായിരിക്കുന്ന വചനം ആകുന്നു. ആരെങ്കിലും ഉണ്ടോ ആ പാപികളുടെ ഗണത്തിൽപ്പെടാത്തവര്? കുറച്ച് പേരെ മാറ്റി നിർത്തിയിട്ടൊന്ന് അവൻ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ? ചിന്തിച്ചു ചോദിക്കേ. എന്തെന്നാ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എന്നറിയാവോ? എടുക്കണ്ട. എന്താ വായിക്കുന്നത്? നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഇല്ലേ? ഒരുത്തൻ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണെങ്കിൽ, ഈ ഭൂമുഖത്തുള്ളായിരിക്കുന്ന സർവ്വകോടി മനുഷ്യരെയും, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയവരാണേലും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും, ഇനി ജനിക്കാനിരിക്കുന്നവരാണെങ്കിലും, ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ തക്കവണ്ണമാണ് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്ത് വന്നത് എന്ന് മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. കർത്താവ് എന്തിന് ലോകത്തിൽ വന്നു എന്നുള്ളതായിരിക്കുന്ന 3 കാര്യം മനസ്സിൽ വെക്കുക. നിത്യദൈവം, മഹാദൈവം മാത്രമല്ല, എന്താണ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഇങ്ങനെയുള്ളവനായിരിക്കുന്ന അതെ, നിങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ചിലപ്പോൾ മറന്നു പോവുക. ഇങ്ങനെയുള്ളവനായിരിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയവനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ഈ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ 4-ാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? തൻ്റെ അതേ രൂപത്തോട് ഭൂമിയിൽ കുറെ പേരെ അനുരൂപരാക്കാൻ വേണ്ടി. തൻ്റെ അതേ രൂപത്തോട്. നമുക്കൊരു വാക്യം വായിച്ചിട്ട് തുടങ്ങാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വേർതിരിച്ചായിരിക്കുന്ന, കണ്ടിരിക്കുന്ന, തനിക്ക് വേണ്ടി മുന്നറിഞ്ഞവരെ
ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഇത് ഭയങ്കര അത്ഭുതം. അത് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ അറിഞ്ഞവരെ അതെ, ദൈവത്തിന് ഇതെല്ലാം അറിയായിരുന്നു. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെല്ലാവരെയും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായിരിക്കുന്ന കാര്യം. അപ്പം ആ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായിരിക്കുന്ന ദൈവം അയച്ചിട്ട്, ആ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ അതിദാരുണമായിരിക്കുന്ന മരണം സ്വീകരിച്ചിട്ട്, ആ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ താൻ പ്രാപിച്ചതായിരിക്കുന്ന ആ അതിശ്രേഷ്ഠമായിരിക്കുന്ന തേജസ്സില്ലേ, അതിശ്രേഷ്ഠമായിരിക്കുന്ന മഹത്വപൂർണമായിരിക്കുന്ന, എന്താ അങ്ങനെയാ അത് വർണ്ണിക്കുക? സൂര്യൻ കണ്ടാൽ ലജ്ജിച്ചു പോകുന്ന, സൂര്യൻ കർത്താവിൻ്റെ തേജസ് കണ്ടാൽ ലജ്ജിച്ചു പോകുന്ന വിധത്തിൽ, ചന്ദ്രൻ നാണിച്ചു പോകുന്ന വിധത്തിൽ, നട്ടുച്ചയ്ക്ക് പോലും സൂര്യനെ വെല്ലുന്ന പ്രകാശമുള്ളവനായിട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറെ മനുഷ്യരെ ആ രൂപത്തോട് അനുരൂപരാക്കണം ദൈവത്തിന്. തൻ്റെ പുത്രനോട് കുറെ മനുഷ്യരെ, മുന്നറിഞ്ഞവരെ അനുരൂപരാക്കണം. ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ പ്രാപിക്കാൻ പോകുന്നതായിരിക്കുന്ന ആ ശരീരത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാവോ? അയ്യോ, നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കതിനെക്കുറിച്ച് ഇന്നത് എങ്ങനെ പറഞ്ഞ് മനസ്സിലായി, എത്ര പറഞ്ഞാലും എങ്ങനെ ആൾക്കാർക്ക് അത് ഗ്രഹിക്കാനായിട്ട് പറ്റും? എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പ്രാപിക്കാൻ പോകുന്നതായിരിക്കുന്ന തേജസ്കരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് അപ്പോസ്തലൻ നട്ടുച്ചയ്ക്ക് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ടിട്ട് കാവിണ്ണ് അങ്ങനെ മരിച്ചവനെ പോലെ വീണുപോയി. ആ ഭയങ്കര തേജസ്സിന് മുമ്പിൽ നിൽക്കാൻ പൗലോസിന് പറ്റിയില്ല. അതേ രൂപത്തോട് നമ്മളെ അനുരൂപരാക്കുവാൻ, നോക്കിയേ, എന്തൊരു ഭാഗ്യം അതല്ലേ! അതേ രൂപത്തോട് നമ്മളെ അനുരൂപരാക്കുവാൻ വേണ്ടിയിട്ടാണ്, കുറെ മനുഷ്യരെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നോക്കിയാ, ഒന്നുകൂടി ഞാൻ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ? നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു. സത്യമാണ്. അത് കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും മധ്യാകാശം വരുമ്പോൾ, അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇനി അതല്ല, നമ്മളിപ്പോൾ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം വന്ന് നമ്മൾ രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ശരീരം മാറിയിട്ട് ഒരു ശരീരം കിട്ടുന്നു, സ്വർഗീയ ശരീരം കിട്ടുന്നു. അത്രേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. ആ സ്വർഗീയ ശരീരത്തിൻ്റെ മഹത്വം എന്താണെന്നും അതിൻ്റെ തേജസ് എന്താണെന്നും അതിൻ്റെ ആ ഭയങ്കരത്വം, അല്ലെങ്കിൽ ആ എന്താ അതിന് പറയുക, എന്തെന്ന് പറയുന്നത് അറിയില്ല. അതെ, തേജസ്സിന്റെ ധനം അതെന്താന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു എത്രമാത്രം വലിയ തേജസ്സിലും എത്രമാത്രം വലിയ മഹത്വത്തിലുമായോ അതിനോട് അനുരൂപരാകുവാൻ നോക്കിയേ. പിന്നെ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന രംഗം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്നാ വായിക്കുന്നത്? എന്നോട് സംസാരിക്കുന്ന നാദം എന്തെന്ന് കേൾക്കുവാൻ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടു അവനെ. ആരാ പറയുന്നത്? യോഹന്നാൻ അപ്പോസ്തലൻ പറയാം, ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? വെളിപ്പാട് പുസ്തകം 1:12 വാക്യം. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ അതിഭയങ്കരമായിരിക്കുന്ന തേജസ് കണ്ട് യോഹന്നാന് തൻ്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീഴുകയായിരുന്നു. ഓർക്കുക, ഈ യോഹന്നാൻ എത്ര നാൾ നമ്മുടെ കർത്താവിൻ്റെ കൂടെ നടന്നതാ അല്ലേ? എത്ര ദിവസങ്ങൾ?
കർത്താവിൻ്റെ മാറിനോട് ചേർന്നിരുന്ന് മാറിൽ ഇരുന്ന് കർത്താവിൻ്റെ ഒരു അരുമ ശിഷ്യനായി, വാത്സല്യ ശിഷ്യനായി കർത്താവിനോട് കൂടെ നടന്നത്. പക്ഷെ ആ കണ്ട കർത്താവിനെ അല്ല പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കാണുന്നത്. മരിച്ചവനെ പോലെ വീണുപോയി. അപ്പോൾ ആ തേജസ് കർത്താവായി യേശു ക്രിസ്തു ആദ്യജാതനായിട്ട് ധരിക്കണം. എന്നാലാണ് സഹോദരന്മാർ മാത്രമല്ല സഹോദരിമാരും എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യജാതൻ എന്നുള്ളായിരിക്കുന്ന പദവിയിൽ താൻ ആ മഹത്വം ധരിച്ചിട്ട് അതേ മഹത്വത്തിലേക്ക്, അതേ തേജസ്സിലേക്ക് തൻ്റെ മക്കളെ ചേർക്കണം. അതിനു വേണ്ടിയിട്ടാ. നിങ്ങൾ മനസ്സിലാക്കിയേ, ചിന്തിച്ചു നോക്കിയേ, ഇതാരാ പറഞ്ഞേ? യോഹന്നാനാ പറയുന്നല്ല, പൗലോസ പറയുന്നത്. പൗലോസ പറയുന്നത്. പൗലോസിന് ഈ ഭയങ്കര അതിശയകരമായിരിക്കുന്ന മർമ്മം കിട്ടിയതാ. ഇതിനെ മർമ്മം എന്നൊന്നും പറഞ്ഞിട്ടുള്ള ബൈബിളിൽ. എന്നാൽ ഞാൻ പറയത്, ഇതൊന്നും സാധാരണ ആർക്കും പ്രവാചകന്മാർക്ക് പോലും വെളിപ്പെടാത്ത കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരാകുക എന്നുള്ളായിരിക്കുന്ന കാര്യം, അതേ തേജസ്, അതേ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ. 1 ലേഖനം 15 അധ്യായത്തിലെ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞേ? എന്തിനാ പൗലോസ് അവിടെ പറഞ്ഞതെന്നറിയാമോ? നാം പ്രാപിക്കുന്നതായിരിക്കുന്ന അതിതേജോമയമായിരിക്കുന്ന ആ പുതിയ ശരീരത്തിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ്? സ്വർഗീയ ശരീരത്തിന്റെ ആ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ സൂര്യനെ പോലെ ശോഭിക്കും, ചിലര് ചന്ദ്രനെ പോലെ ശോഭിക്കും. അത് അവരവരുടെ ജീവിതം പോലെ ഇരിക്കും, അത് വേറൊരു കാര്യം. ചിലര് നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. ഇത് മനസ്സിലാക്കുക. എന്താണെങ്കിലും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഒരു ഉദ്ദേശം, അനേകം പുത്രന്മാർക്ക് ആദ്യജാതനായി ആ തേജസ്സിലേക്ക് അനേക പുത്രന്മാരെ നടത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? ഈ ബലഹീനമായ ശരീരത്തിൽ ഈ രോഗം പിടിച്ച്, അല്ലേ, എനിക്കിപ്പോൾ ജലദോഷവും തുമ്മലും ചുമയൊക്കെയാണ്. ഈ രോഗവും പിടിച്ച് വേദനയും പിടിച്ച് നടക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ഒന്ന് വിടുതൽ പ്രാപിക്കാൻ പൗലോസിനെ പോലെ ഒന്ന് പറയാൻ പറ്റുമോ? പൗലോസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. അയ്യോ, അത് പ്രാപിക്കുന്ന അത് കാഴ്ചയിൽ കണ്ടതാ പൗലോസ്. എന്നിട്ടാ പറഞ്ഞേ, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഏറെ ഇഷ്ടം. എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് പ്രയോജനം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് കാലം കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് പേരോടും കൂടി ഈ വചനമൊക്കെ പറയാൻ പറ്റും. ഇപ്പോഴേ മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ വായ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന അവസരം കഴിഞ്ഞില്ലേ. അപ്പോൾ പൗലോസ് പറയുന്നതാ, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട്, കാരണം ആ മഹത്വപൂർണമായ തേജസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നും നമുക്ക് പിന്നെ ഒന്നും അല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു എന്നൊക്കെ പൗലോസ് പറയാൻ കാരണം, തനിക്ക് അറിയായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു താൻ പ്രാപിക്കാൻ പോകുന്ന അവസ്ഥ, താൻ ആകാൻ പോകുന്ന സ്ഥിതി എന്താണെന്ന് പൗലോസിന് വ്യക്തമായിട്ട് അറിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു വാക്യം വായിക്കാൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്കിയേ, തേജസ്സിന്മേൽ തേജസ്. ഒരു ചെറിയ തേജസ്സൊന്നും അല്ല നമ്മൾ ലഭിക്കുന്നത്, തേജസ്സിന്മേൽ തേജസ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ചെറിയ കഷ്ടമൊന്നും അല്ല അനുഭവിച്ചത് അങ്ങനെ എണ്ണാൻ പൗലോസ്. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ആ ജീവിതം ക്രിസ്തുവിനെ കണ്ടെത്തി അന്ന് മുതൽ വെറും ദുരിതപൂർണമായിരുന്നു ആ പൗലോസിന്റെ ജീവിതം. അയ്യോ, ദുരിതപൂർണ്ണം എന്ന് പറഞ്ഞാൽ കല്ലേറ് കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ലുസ്രയിൽ വെച്ച് കല്ലേറ് കൊണ്ട് മരിച്ചു, അല്ലെ? എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞത് എന്ത് മൃഗാന്നൊന്നും എനിക്കറിയില്ല. ചിലർ പറയുന്നത് അത് സിംഹമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു എന്നാ. കാരണം കളിക്കളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുക,
സിംഹമായിട്ട് മൽപ്പിടുത്തം, മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രമാത്രം തല്ല്, എത്രമാത്രം അടി, ചാട്ടുവാറ കൊണ്ടുള്ള അടി, പട്ടിണി, പൈതാഹം, ഉറക്കളപ്പ്, അതിൻ്റെയൊക്കെ കണക്ക് വരുന്നില്ലാന്ന് പറയുന്നുണ്ട്. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം ജനത്താലുള്ള ആപത്ത്, കള്ളന്മാരോടുള്ള ആപത്ത്, അയ്യോ കടലിലെ ആപത്ത്, അങ്ങനെ 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 തൻ്റെ ജീവിതം മുഴുവൻ ഒരു ബലിയാടിന് തുല്യമായിട്ട് കഷ്ടം അനുഭവിക്കുക. ഇതെല്ലാം അനുഭവിച്ചിട്ട് പൗലോസ് പറയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന്. നമുക്ക് എന്തെങ്കിലും ചെറിയ കഷ്ടം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ആ സാരമില്ല, കർത്താവ് ഇതിനേക്കാളും വലിയ കഷ്ടം സഹിച്ചില്ലെന്ന്. പക്ഷെ കുറച്ചും കൂടെ വലിയ കഷ്ടം വന്നാൽ പറയും, എന്നാലും ദൈവമേ ഇത്രയ്ക്ക് എന്നോട് വേണ്ടായിരുന്നു എന്ന് പറയും. അല്ലേ? നോക്കിയേ, അതാണ് നമ്മുടെ സ്ഥിതി. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞ്, വെറും പിന്നെ പുറംപൂച്ചി വാക്കുകളല്ല പൗലോസിൻ്റെ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ഈ കഷ്ടങ്ങൾ സാരമില്ലെന്നാണ് പറയണേ. പിന്നെ ഒരു രാപ്പകല് വെള്ളത്തിൽ ഒരു പലാകഷ്ണത്തിൽ പിടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി കടലിൻ്റെ നടുവിൽ? ആ മനുഷ്യനൊക്കെ എങ്ങനെ ഇത്രത്തോളം ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ, താൻ കണ്ടു പ്രാപിക്കാൻ പോകുന്ന തേജസ് എന്താന്ന്, ലഭിക്കാൻ പോകുന്ന ധനം എന്താന്ന്. അതുകൊണ്ടല്ലേ എഫെസോസുകാരോടൊക്കെ പറയുന്നത്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഇന്നതെന്നും, അല്ലേ? അവൻ്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നതാ. അതാ നോക്കിയേ. അപ്പം ആ തേജസ്സിലേക്ക് നമ്മളിവിടെ വായിച്ചതാണ്, ആ ഭയങ്കരമായിരിക്കുന്ന തേജസ്സിലേക്ക് തേജസ്സിൻ്റെ ആ വലിയ അനുഭവം പൗലോസ് അനുഭവിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? കർത്താവിൻ്റെ തേജസ്സിനെ കാര്യം ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്കത് ബോധ്യം വരുന്നുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങൾ മുമ്പിലൊരു കണ്ണാടി വെക്കുക, ഒരു വലിയ കണ്ണാടി. ഒരു കണ്ണാടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാൽ നമ്മളെങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ തന്നെ കാണില്ലേ? നമ്മളെ അങ്ങനെ തന്നെ കാണും, ഒരു വ്യത്യാസമില്ലാതെ, അല്ലേ? ഇവിടെ എന്താ പറഞ്ഞതെന്നറിയാവോ? കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണുന്ന ആ രൂപം എങ്ങനെയാണോ സ്വർഗത്തിൽ ചെന്നിട്ട് അതുപോലെ നമ്മളും ആയിത്തീരും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് എൻ്റെ വചനമല്ല, ദൈവവചനം ഞാൻ പറയുന്നത്. അതുപോലെ എന്നെ അന്ന് കാണുമ്പോൾ, സോറി എന്നെ എന്നൊക്കെ പറയാൻ എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ പറയട്ടെ, വിശുദ്ധന്മാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ അന്ന് കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്ന പോലെ ഇരിക്കും. അച്ചായൻ്റെ മുഖത്ത് നോക്കിയ, ബ്രദറിൻ്റെ മുഖത്ത് നോക്കിയ എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്ന പോലെ ഇരിക്കും. മനസ്സിലായോ? ഈ ആൻറ്റിയുടെയും ഈ ഒക്കെ മുഖത്ത് നോക്കിയ വിശ്വസിക്കാൻ പറ്റുമോ? കണ്ണാടി പോലെ പ്രതിബിംബിക്കുക, ക്രിസ്തുവിൻ്റെ അതേ പിന്നെ തേജസ്സോടു കൂടെ വ്യക്തികളെ കാണുക. ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അന്നേരം സകലവും ചവറന്ന് നിന്ന്, അന്നേരം നാം കർത്താവിന് വേണ്ടി ഓടുന്ന അധ്വാനിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിന് നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. എനിക്കത് വളരെ, ഇത് പറയുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അവിടെ വായിച്ച വാക്യം ഞാൻ മുഴുവൻ വായിക്കട്ടെ. കണ്ണാടി പോലെ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമ, ഇനി അതിന് വ്യത്യാസമൊന്നുമില്ലെന്നാ പറയുന്നത്, അതേ പ്രതിമ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രതിമകളായിട്ട് തീരുമെന്ന്, ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായിട്ട്. അയ്യോ, വേറെ ഒന്നും വേണ്ട അപ്പോൾ അല്ലേ? ലോകത്തിൽ ഇനി ഒന്നും വേണ്ട. നമ്മളിപ്പം തന്നെ പറയുക, കർത്താവേ വന്നാൽ മതി, വേഗം വന്നാൽ മതി, എനിക്ക് ആ തേജസ്സിലേക്ക് എടുക്കപ്പെട്ടാൽ മതി, എനിക്ക് ആ അനുഭവം ഒന്ന് അനുഭവിച്ചാൽ മതി എന്ന് പറയാം നമുക്ക് ധൈര്യപൂർവ്വം. മറ്റൊരു വാക്യം വായിക്കാം. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചൊരു വാക്യം പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന യഹൂദ വിശ്വാസികളോടാണ് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ വിശ്വാസികളോടാണ് പറയുന്നത്. പക്ഷേ
സെയിം തേജസ് അവർ പ്രാപിക്കും. അവർക്കും രൂപാന്തരപ്പെട്ട് കിട്ടുന്നതായിരിക്കുന്ന ശരീരം എങ്ങനത്തെയാണെന്നറിയാമോ? ഇതുപോലത്തെ ശരീരമാണ്. പറഞ്ഞ മനസ്സിലായോ? അത് 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 സെയിം ആണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. എന്നിട്ട് നമുക്ക് ഇതേ വാക്യം മറക്കണ്ട കേട്ടോ. ഇതേ വാക്യത്തിലേക്ക് വരണം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം. കൂടാരമായ 5-ാം അധ്യായം 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. എവിടെ? എവിടെ വെച്ചിരിക്കുന്ന നമുക്കൊരു പുതിയ ശരീരം? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അല്ലേ? ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട്, ആ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം അത് ക്ലാസ് എടുക്കാം. അത് തന്നെ പറഞ്ഞു പോയാൽ അത് 10-ാം വാക്യം വരെ പറയണം, കൃത്യമായിട്ടത് മനസ്സിലാക്കി തരണമെങ്കിൽ. ഓക്കെ. ഞാൻ അവിടെ ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന അതേ ശരീരമാണോ അവരും തേജസ്കരിക്കപ്പെടുമ്പോൾ കിട്ടുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയും. എന്ന് പറഞ്ഞാൽ എന്താ? കൂടാരമായ ഭൗമഭവനം ഏതാ? ഈ ശരീരം, ഈ മൺകൂടാരം. ഈ മൺകൂടാരം അഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൈപ്പണിയല്ലാത്ത, ഇത് കൈപ്പണിയല്ലേ? ഇത് ദൈവം ഉണ്ടാക്കിയതല്ലേ? ദൈവത്തിന്റെ കൈവേലയല്ലേ? അപ്പം പിന്നെ കൈപ്പണി അല്ലാത്തതായിരിക്കുന്ന ഒരു നിത്യഭവനം. ഇത് താൽക്കാലിക ഭവനം, എന്നാൽ അതോ നിത്യഭവന. അത് അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇനി അതിൻ്റെ താഴേക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് കുറച്ച് മനസ്സിലാക്കി തരാം. ഈ കൂടാരത്തിൽ, 2-ാം വാക്യം, ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഈ കൂടാരത്തിനുള്ളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിലെ കണ്ണിലെ ചിത്രം എന്താണെന്നറിയാവോ? അകത്തെ മനുഷ്യനാ. അത് ശ്രദ്ധിക്കണം. ഈ പുറത്തെ മനുഷ്യനിലല്ല തൻ്റെ വ്യക്തിത്വം താൻ കാണുന്നത്. പൗലോസ് പല കാര്യങ്ങൾ പറയുമ്പോഴും അത് ശ്രദ്ധിക്കണം. അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ കൂടാരം എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തെ മനുഷ്യനെ കവർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂടാരമാണ്. കൂടാരം താൽക്കാലിക ഷെഡാണ് ഈ ശരീരം. അപ്പോൾ പൗലോസ് പറയാണ്, ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ മേലെ ഈ വസ്ത്രമാകുന്ന, ഈ ഉടുപ്പാകുന്ന, അല്ലെങ്കിൽ ഈ കൂടാരമാകുന്ന ഈ ഭൗമ ശരീരം ധരിച്ചിട്ടുണ്ട്, നഗ്നരല്ല. ഇരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ മീതെ ധരിക്കാൻ, ഇതിൻ്റെ മീതെ അങ്ങെടുത്ത് ധരിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നു. എന്നിട്ട് താഴെ പറയാണ്, ഉരിവാനല്ല, 4-ാം വാക്യം, ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഉരുവാനല്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? മരിച്ച് അവസാനിക്കാനല്ല എൻ്റെ ആഗ്രഹം. മണ്ണിൽ ലയിച്ച് തീരാനല്ല, ഈ ശരീരം മണ്ണിൽ ലയിച്ച് തീരണമെന്നല്ല എൻ്റെ ആഗ്രഹം. എനിക്കിത് ഉരിഞ്ഞു കളഞ്ഞിട്ട് അതെടുത്ത് ഇടണമെന്നല്ല ആഗ്രഹം. ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഈ ഉടുപ്പിൻ്റെ മുകളിലേക്ക് തേജസ്സിൻ്റെ ആ രൂപം എനിക്ക് ധരിക്കണം. ഉരിവാനല്ല, ഈ മർത്യമായത് ജീവനാൽ. ആ പുതിയ ശരീരം വരുമ്പോൾ ഇത് പെട്ടെന്ന് അപ്രതീക്ഷമാകും. ഈ ശരീരം ഇതിലേക്ക് ഉരിയാതെ തന്നെ, മരിച്ചു പോകാതെ തന്നെ ജീവനോടിരിക്കുമ്പോൾ രൂപാന്തരപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ മീതേക്ക് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആ താഴെ പറഞ്ഞത്. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീ പോണതിന് മീതെ ഉടുപ്പൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ താഴേക്ക് വായിക്കണ്ട. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ കർത്താവിനോടകന്ന് ജീവിക്കുന്നവരാണ്. ഈ ശരീരത്തിന് കർത്താവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റുകയില്ല. കർത്താവ് ആത്മാവാകുന്നു. കർത്താവുമായിട്ട് ഈ ശരീരത്തിന് ബന്ധപ്പെടാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്, അത് മനസ്സിലാക്കണം. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താണ് കർത്താവിനോടാകുന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. കർത്താവിനെ എപ്പോഴും കാണും. കർത്താവിൻ്റെ തേജസ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഞാനും അതേ തേജസ് പ്രാപിച്ച് അവനോട് കൂടെ ഇരിക്കും. അപ്പോൾ സ്വർഗീയമായ ഒരു കൂടാരം ഞങ്ങൾക്ക് എവിടെയുണ്ട്? കൈപ്പിണി അല്ലാതെ സ്വർഗത്തിലുണ്ട് അല്ലേ? ബ്രദർ ചോദിച്ചതിന് ഉത്തരവാണ്. ശരി, അത് എനിക്ക് മനസ്സിലായി. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരും. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരും. അതെ, ബ്രദർ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. അതെ. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലെ
ഉം, അതിൻ്റെ 1 പത്രോസിൻ്റെ ലേഖനം 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. 1 പത്രോസ് 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് ആരോടാ പറയുന്നത്? ആൾക്കാരോട്. അവരോട് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താ? അവിടെ പൗലോസ് എന്താ പറഞ്ഞേ? കൂടാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിനായി എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന ശരീരം എന്നർത്ഥം. പുനരുദ്ധാന ശരീരം, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചതെന്ന്. അതെവിടെയാ സൂക്ഷിച്ചിരിക്കുന്ന? സ്വർഗത്തിൽ. അതിന് ക്ഷയമില്ല. ഓക്കെ, അതിന് ക്ഷയമില്ല. അത് പൗലോസ് വേറെയും പറയുന്നുണ്ട്. അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തിരിക്കുന്ന അവകാശത്തിന്. അല്ലാതെ അവർക്ക് സ്വർഗത്തിൽ കുറെ പിന്നെ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചു എന്നല്ല അവിടെ പറയുന്നത്. അവർക്കും നമുക്കും എല്ലാവർക്കും എങ്ങനത്തെ ശരീരമെന്നറിയോ? ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായിരിക്കുന്ന തേജസ്സിന്റെ ശരീരം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് അവർക്കും അതെ, നമുക്കും അതെ. ഈ സ്വർഗീയ ശരീരം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ, നമുക്ക് വേറെ അല്ല, ഒരേ ശരീരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് ബ്രദർ ചോദിച്ചതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുരുന്തലേഖനത്തിലേക്കൊക്കെ പോയത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ വിഷയമായിട്ട് ഇടയ്ക്ക് ചോദ്യം വന്നുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ വായിച്ചതെന്നറിയാമോ? കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. നമ്മൾ വായിച്ചത് 1 യോഹന്നാന്റെ ലേഖനം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ അത് യോഹന്നാൻ എഴുതുന്നത് യഹൂദന്മാർക്കാ, പത്രോസ് എഴുതുന്നത് യഹൂദന്മാർക്കാ. അതാദ്യം മനസ്സിലാക്കണം, നമുക്കല്ല. പക്ഷെ കിട്ടുന്ന ശരീരമോ അവർക്കും നമുക്കും. തേജസ്സിന്റെ ശരീരം രണ്ടു കൂട്ടർക്കും ഒരുപോലത്തെ ശരീരവും കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ, താൻ ഇന്ന് എങ്ങനെയാണോ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇപ്പോൾ എത്ര വലിയ തേജസ്സിലാണോ, ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ കാണും. കാണുന്നതോ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം ആ കാണുന്ന കാഴ്ചയോട് നമ്മളും എന്തായിത്തീരും? സദൃശന്മാർ ആകും. എത്ര വലിയ പ്രത്യാശയുടെ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നോർക്കുക. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ആ തേജസ്സിന്റെ ശരീരത്തിന്റെ ഭാഗ്യം ഓർത്താലോ, ഓർത്തു വയ്ക്കേ. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതെണ്ണണമെങ്കിൽ ഈ പ്രത്യാശ ഉള്ളിൽ ഉണ്ടാകണം, ധൈര്യമുണ്ടാകണം. ഇതിനെക്കുറിച്ച് ഒരൊറ്റ വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ ആ പോയിന്റും വിടാം. ഒറ്റ വാക്യം, എബ്രായ ലേഖനം 2:10. ഇതൊക്കെ യഹൂദന്മാർക്കാണ്. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഞാൻ പറയുന്നത് പുനരുദ്ധാന ശരീരത്തെക്കുറിച്ചായതുകൊണ്ടും, അതായത് നമ്മൾ പ്രാപിക്കുന്ന ആ സ്വർഗീയ ശരീരത്തെക്കുറിച്ചായതുകൊണ്ട് ഈ രണ്ടും ഒന്നായി തന്നെയാണ് പോകുന്നത്. അവർക്ക് ലഭിക്കുന്ന ശരീരവും നമുക്ക് ലഭിക്കുന്ന ശരീരവും ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. എബ്രായ ലേഖനം 2:10. എബ്രായ ലേഖനം 2:10. കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ മൂന്നാമത്തെ 1, 2, 3 നാലാമത്തെ കാര്യമാണ്, അഞ്ചാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ തേജസ്സാണ് പ്രാപിക്കാൻ പോകുന്നത്, ആ ക്രിസ്തുവിൻ്റെ തേജസ്. ആ സെയിം തേജസ്സിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളവർക്ക്.
ഇപ്പോൾ ഞാൻ ഉം, ഒന്ന് ക്രിസ്തു ആരായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? സകലവും സൃഷ്ടിച്ച മഹാദൈവം. അത് ഞാൻ ഒന്നാമത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. എന്തിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്നുള്ളതിന് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഒന്ന്, തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായിട്ടാണ് വന്നത്. അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായി വാഴാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ലോകത്തിലുള്ള സകല പാപികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത് എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് പാപികളെ രക്ഷിപ്പാൻ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നാലാമത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൻ്റെ രൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം ദൈവം ഈ ഭൂമിയിൽ നിന്ന് ഒരു പറ്റം ജനത്തെ വേർതിരിച്ചിട്ടുണ്ട്. അവരെ തൻ്റെ രൂപത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് സ്പെസിഫിക്കലി നമുക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ലാസ്റ്റ് കാര്യം. അത് നിങ്ങൾ തിരിച്ചറിയുക. ശരീരമെല്ലാം മറ്റവർക്കും നമുക്കൊക്കെ കിട്ടുന്ന സ്വർഗീയ ശരീരം ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ളതിൻ്റെ ലാസ്റ്റ് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അധികാരം താൻ തിരഞ്ഞെടുത്തതായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പങ്കിട്ട് കൊടുക്കാനാണ് വന്നത്. ഒന്നുകൂടെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അധികാരം താൻ ഭൂമിയിൽ തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പങ്കിട്ട് കൊടുക്കാനാണ് വന്നത്. ഇത് എത്രത്തോളം നിങ്ങൾ ഗ്രഹിക്കും, മനസ്സിലാക്കും? അതറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളം തുള്ളിക്കളിക്കുന്നത്. ഇതൊക്കെ പഠിച്ചപ്പോഴും നേരത്തെയൊക്കെ മനസ്സിലാക്കിയപ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അവൻ്റെ രൂപത്തോട് അനുരൂപരാകും എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന് അതേ സെയിം അധികാരം, അത് ഒരു പറ്റം, അതെല്ലാവർക്കും ഇല്ല, ഒരു പറ്റം ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യം ഇതിനൊരു നിഴല് പഴയ നിയമത്തിനുണ്ട്. ആദ്യം ഞാൻ ആ നിഴല് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. സംഖ്യാപുസ്തകം 11 അധ്യായം. ഈ മന്നയെക്കുറിച്ച് പറയുന്നത്, സങ്കീർത്തനത്തിൽ പറയുന്നത് ശക്തിമാന്മാരുടെ അപ്പം എന്നാണ്. അറിയാമോ? ശക്തിമാന്മാരുടെ അപ്പം. സ്വർഗത്തിലെ ശക്തിമാന്മാരാരാന്നറിയാമോ? ദൂതന്മാരുടെ ഭക്ഷണം മന്ന. ഇത് കൊടുത്തിട്ട് തിന്നിട്ട്, അതും വളരെ രുചികരമായ ഭക്ഷണം തിന്നിട്ട് ഈ ജനം കൂടാരത്തിന്റെ വാതിക്കലിരുന്ന് അലമുറയിട്ട് കരയുക. എന്തിനാ കരയുന്നതെന്ന് അറിയാവോ? ഞങ്ങൾക്ക് ഇറച്ചിയില്ല. ഈ സാരമില്ലാത്ത മന്ന ഞങ്ങൾക്ക് എന്തിന്? സാരമില്ലാത്ത മന്ന എന്ന് പറഞ്ഞ ദൈവം കൊടുത്ത ഭക്ഷണത്തെ ഞങ്ങൾക്ക് എന്തിന്? ഞങ്ങൾക്ക് എവിടെ ഇറച്ചി? മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇറച്ചിയില്ലായിരുന്നോ എന്ന് ചോദിച്ച് കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ മോശയ്ക്ക് ആകെ ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ഈ ലക്ഷക്കണക്കിന് ജനത്തെ ചുമക്കാൻ ഞാനെന്താ ഇവരെല്ലാവരും കൂടി ഗർഭം ധരിച്ച് ഞാൻ പ്രസവിച്ചു എന്ന് ചോദിച്ചു. മോശ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഈ വായിച്ചതിൻ്റെ രത്നച്ചുരുക്കം നിങ്ങളോട് പറയുന്നത്. ദൈവത്തോട് ചോദിക്കുക, ഞാനെന്താ ഗർഭം ധരിച്ച് പ്രസവിച്ചാണ്, എൻ്റെ കുഞ്ഞുങ്ങളാണ് അവരെല്ലാം, ഞാൻ ഈ ചുമന്നുകൊണ്ട് നടക്കാനായിട്ട്. എതിരെ പറയുന്നത് നീ കേട്ടില്ലേ? എനിക്കെതിരെ പിറുപിറുക്കുന്നത് നീ കേട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഈ ജനത്തെ ഇങ്ങനെ നയിക്കാനായിട്ട് എന്നും പറഞ്ഞ് മോശ അങ്ങ് ദേഷ്യപ്പെട്ടപ്പോൾ ആദ്യം മോശയോട് പറഞ്ഞു 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനാ 70 പുരുഷന്മാർ? ഈ 70 പുരുഷന്മാർ മോശയോട് ചേർന്ന്, മോശ നേതാവായിരുന്ന് മോശയുടെ കീഴിൽ 70 പുരുഷന്മാരിരുന്ന് ഇനിയുള്ള കാലം ഇസ്രായേലിനെ നയിക്കണം. എന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിന് ദൈവം പറഞ്ഞാണ്. ആ 70 പേരെ തിരഞ്ഞെടുത്തു. മോശയുടെ ആത്മാവിനെ 70 പേർക്കും വിഭാഗിച്ചു കൊടുത്തു. ആ 70 പേര് അവർക്ക് ന്യായകർത്താക്കന്മാരായിരിക്കണം. ആ ന്യായകർത്താക്കന്മാരെ വിധി കൽപ്പിച്ചിട്ടും ശരിയാകാതെ വന്നാൽ മാത്രമാണ് അവസാനം മോശയുടെ അടുക്കൽ കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഈ 70 പേരെ ഇസ്രായേൽ ജനത്തെ ഭരിക്കാനായിട്ട് മോശയ്ക്ക് പങ്കാളികളായിട്ട് ദൈവം കൊടുത്തു. പഴയ നിയമമൊക്കെ നമുക്ക് എന്തിനു വേണ്ടി എഴുതി തന്ന? ദൃഷ്ടാന്തത്തിനായിട്ട് അല്ലേ? നമുക്ക് ദൃഷ്ടാന്തമാണ് പഴയ നിയമമൊക്കെ. പത്യോപദേശത്തിനും ദൃഷ്ടാന്തത്തിനായിട്ടാണ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചായിരിക്കുന്ന പല കാര്യങ്ങളും
പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളുണ്ട്. അതിൻ്റെ പൊരുളുണ്ട്. ഈ മോശയോട് കൂടെ 70 പേരെ തിരഞ്ഞെടുത്ത് മോശയുടെ ആത്മാവിനെ വിഭാഗിച്ചു കൊടുത്ത് ഭരണം ഭരണം വിഭാഗിച്ചു കൊടുത്തു. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാനുള്ളതിൻ്റെ ഒരു നിഴലായിരുന്നു. മോശയുടെ അന്ന് ചെയ്തത് മോശ അങ്ങനെ ചോദിച്ചുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്. ദൈവം അറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല. സംഭവമൊക്കെ ശരിയാ. അപ്പോൾ ആ വിധത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു അറിയാമോ? ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പറ്റം ജനത്തിന് ക്രിസ്തുവിൻ്റെ അധികാരം പകുത്തു കൊടുക്കുക. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പകുത്തു കൊടുക്കുന്ന ഭാഗ്യജനത ഈ കൃപായുഗ വിശ്വാസികൾ, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. അത് മനസ്സിലാക്കുമ്പോൾ എന്തൊരു ആനന്ദമെന്നറിയാമോ? ഞാൻ അതാണ് കർത്താവിൻ്റെ വരവിൻ്റെ അടുത്ത ഉദ്ദേശമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഒരു തൻ്റെ അധികാരം പങ്കിടേണ്ടതിന് വേണ്ടിയിട്ടാണ്, തനിക്ക് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന അധികാരം പങ്കിടേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കറിയാമല്ലോ, ന്യായവിധി ആരാ ന്യായവിധിക്കുന്ന ലോകത്തെ? അല്ലേ? എന്തുകൊണ്ടാ? ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം. ഈ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന അധികാരം പുത്രനാണ്. ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായം വിധിക്കാനുള്ളതായിരിക്കുന്ന അധികാരം അവൻ പ്രാപിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഞാനതൊന്നും വായിക്കുന്നില്ല. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായ ലോകത്തിലേക്ക് വന്ന് കഷ്ടം അനുഭവിച്ച് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി മരിച്ചതുകൊണ്ട് സകല ന്യായവിധിയുടെയും ചുമതല പുത്രനുള്ളതാണ്. ഈ ഏകദേശം 10-20 ലക്ഷം ജനതയുണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ. കാലാൽ തന്നെയാണ് പ്രായപൂർത്തിയായ പുരുഷന്മാർ തന്നെ 6 ലക്ഷം. മുകളിലോട്ടുള്ളവർ ആണ് ഈ 6 ലക്ഷം. അവരുടെ ഭാര്യമാരെ കൂട്ടി അത്രയായി 12 ഇനി അവരുടെ മക്കളും കൂടെ വന്ന ദാസിദാസന്മാരെയും കൂടി കൂട്ടിയാലോ എത്ര? പൊതുവെ പണ്ഡിതന്മാർ പറയുന്ന 20 ലക്ഷം ജനതയുണ്ട്. ഈ 20 ലക്ഷത്തെ ഭരിക്കാൻ മോശ എന്ന ഒറ്റ ഒരുത്തനെ ചുമതലപ്പെടുത്തി. പക്ഷെ അവിടെ മോശ പരാതി പറഞ്ഞു, ഞാൻ എന്താ ഇവരെല്ലാം കൂടി പ്രസവിച്ച് കൂട്ടിയോ? എനിക്ക് ഭരിക്കാൻ പറ്റില്ല, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളിൽ ഓരോ വഴക്ക്, പ്രശ്നങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കള്, സാധാരണ നമ്മുടെ ജീവിതമൊക്കെ പോലെ തന്നെ പ്രശ്നം തീർക്കാനായിട്ട് മോശ അടുത്തേക്ക് വരും. എങ്ങനെ ഇത്രയും പേരുടെ പ്രശ്നം ഒരു മോശയ്ക്ക് തീർക്കാൻ പറ്റും? അപ്പോൾ മോശ ചോദിച്ച ന്യായമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ശരിക്കും ന്യായമല്ല, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതവൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോഴാണ് 70 പേരെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞത്. ആ 70 പേർക്ക് വിവാഹിച്ചു കൊടുത്തു. ഇവിടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ന്യായവിധി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-3. ആർക്കാണ് നമ്മൾ ആദ്യം വായിച്ചത്? ആർക്കാ കൊടുത്ത ന്യായവിധിയെല്ലാം? പുത്രന് അല്ലേ? ഇവിടെ വായിച്ചെന്താ? നിങ്ങളും കൂടെ എൻ്റെ കൂടെ അങ്ങ് ചിന്തിക്കുക. ഇവിടെ വായിച്ചെന്താണ്? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? പിന്നെ എടുത്തു പറയാണ്, നാം എന്നാ പറയുന്നത്. നാം, പൗലോസ് അടക്കമുള്ള ഈ സഭയെക്കുറിച്ച് പറയുന്നത്. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് കുറച്ചും കൂടി തെളിയിച്ചു തരാം. കർത്താവായി യേശു ക്രിസ്തു സകലവും വിധിക്കാൻ, ഭരിക്കാൻ അധികാരം നേടിക്കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോയതുകൊണ്ട് കർത്താവായ യേശുവിനെ സർവനാമത്തിനും മീതെ ഉയർത്തി എല്ലാ മുഴങ്കാലും അവൻ്റെ സന്നിധിയിൽ മടങ്ങുവാൻ തക്കവണ്ണം, എല്ലാ നാവും യേശു കർത്താവ് എന്ന് പറയാൻ തക്കവണ്ണം, എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാം കർത്താവിൻ്റെ കാൽ കീഴിലാക്കി വെച്ചു. എല്ലാം അവൻ്റെ അധീനതയിലേക്ക് കൊടുത്തു. അവനാണ് എല്ലാത്തെയും ഭരിക്കേണ്ടത്. മോശയെ പോലെ 20 ലക്ഷം ജനത്തെ ഭരിക്കാൻ മോശയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുഴുവൻ ചുമതലയും കൊടുത്തു. എന്നാൽ മോശയ്ക്ക് 70 പേരെ കൂടെ ഭരണകർത്താക്കളായിരിക്കാൻ തിരഞ്ഞെടുത്ത് കൊടുത്തതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏകനായി ഭരിക്കാതെ വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് ഈ തൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ തൻ്റെ ഭരണം വീതിച്ചു. ആ സഭയ്ക്ക് തൻ്റെ ഭരണം ഞാൻ അത് തെളിയിച്ചു തരാം. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോക്കിയേ,
പുത്രൻ്റെ കയ്യിലുള്ള അധികാരം അതൊക്കെ. ഈ ന്യായവിധി പുത്രനുള്ളതാ. ആ ചുമതലയിലേക്ക് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ ശിരസ്സും നമ്മളെ ശരീരവുമാക്കി വെച്ചിരിക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ശിരസ്സിന് എന്തെല്ലാം പദവിയുണ്ടോ, അധികാരമുണ്ടോ, ചുമതലയുണ്ടോ, തേജസ്സുണ്ടോ, മഹത്വമുണ്ടോ, എന്തെല്ലാമുണ്ടോ, അതെല്ലാം തുല്യമായി ഈ ശരീരം പങ്കിടും. ഈ ശിരസ്സിന് കിട്ടിയതായിരിക്കുന്ന മഹത്വവും അധികാരവും എല്ലാം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക്. ഇത് ശരീരമാകുന്ന സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആദ്യം ബ്രദർ ചോദിച്ച മാതിരി തേജസ്സിൻ്റെ ശരീരം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്, പുനരുദ്ധാന ശരീരം എന്ന് പറയുന്നത് അവർക്കും നമുക്ക് എല്ലാവർക്കും തുല്യ, യഹൂദന്മാർക്കും നമുക്കും എല്ലാം തുല്യം. പക്ഷെ ഈ ഭരണം, ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് മാത്രമുള്ള ക്രിസ്തുവിൻ്റെ ഭരണത്തോട് ആ ചേർന്നുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ പങ്കാളിത്തം ലഭിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് മാത്രമുള്ള. നമ്മളെ ദൂതന്മാരെ വിധിക്കുന്നത്, നമ്മളെ ലോകത്തെ വിധിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു. കർത്താവ് യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും, അത്രയേ ഉള്ളൂ. എവിടെ? ഭൂമിയിലിരുന്ന് അവരെന്ത് ചെയ്യണം? ഇസ്രായേൽ ഗോത്രം 12നെ ന്യായവിധിക്കാനുള്ള ചുമതലയെ അവർക്ക് കൊടുത്തുള്ളൂ. എന്നാൽ നമ്മൾ ലോകത്തെ വിധിക്കും. വ്യത്യാസം കണ്ടോ? ലോകം എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ മനുഷ്യ ലോകം മുഴുവൻ കണക്കൂട്ടാം. നമ്മൾ ലോകത്തെ വിധിക്കും എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കാനുള്ള അധികാരം നമ്മുടെ കർത്താവ് നേടിയെങ്കിൽ അതെല്ലാം നമുക്കും കൂടെ വീതം വെച്ച് തരിക. മോശയിൽ നിന്ന് ആ ആത്മാവിനെ പകർന്ന് 70 പേർക്ക് ഇസ്രായേലിനെ ഭരിക്കാൻ വീതം കൊടുത്ത പോലെ. അന്ന് നിഴലായിരുന്നു, എന്നാൽ ഇന്ന് അത് പൊരുളായിത്തീരുകയാണ്. ക്രിസ്തുവിൻ്റെ അധികാരം, ക്രിസ്തുവിൻ്റെ ശിരസിന് കീഴിലെ ശരീരമായിരിക്കുന്നതാണ് ശ്രേഷ്ഠമായ കാര്യം. ശിരസിന് മാനം വന്നാൽ അതെല്ലാം എന്തിനു കിട്ടും? ശരീരത്തിനും കൂടെ കിട്ടും. ശിരസിന് അധികാരം കിട്ടിയാൽ അതെല്ലാം ശരീരത്തിനും കിട്ടും. നോക്കുക, അപ്പം നമുക്ക് ദൈവം തന്നായിരിക്കുന്ന ആ അധികാരം, ആ പങ്കാളിത്തം ഒന്ന് നോക്കി. അത് ഓർക്കുമ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഭാഗ്യം വർണ്ണിക്കാനായിട്ട് കഴിയുമോ? ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോകത്തെ വിധിക്കും. ലോകം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും വരെ അന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കും. ക്രിസ്തു പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കുമെങ്കിൽ, അനുസരിക്കുമെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കും. 1000 ആണ്ട് ഭൂമിയെ വാഴുന്ന യഹൂദനെ ഭരിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ, 1000 ആണ്ട് ഭൂമിയെ വാഴുന്നത് യഹൂദനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആ യഹൂദന്റെ മേൽ കർത്താവാരാ? നമ്മുടെ കർത്താവല്ലേ? ഭരണാധിപനാരാ? നമ്മുടെ കർത്താവല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1000 ആണ്ട് ഭൂമിയെ വാഴുന്ന യഹൂദന്റെ മേൽ വാഴ്ച നടന്നവരും നമ്മളാ. അതാ നിങ്ങൾ ലോകത്തെ വിധിക്കുന്നു പറയുന്നത്. ആ യഹൂദന്റെ മേൽ വാഴ്ച നടന്നവരും നമ്മളാ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൻ്റെ തുല്യ പങ്കാളിത്തത്തിൽ. അപ്പൊ ഏതാ ശ്രേഷ്ഠം? ഒന്ന് എണ്ണി നോക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടു എന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി നിങ്ങൾ തിരിച്ചറിയണം. മേലെ പറഞ്ഞ പല കാര്യങ്ങളുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്ന? എഫെസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തൊക്കെ കാര്യത്തിനാ? അവൻ്റെ വിളിയാലുള്ള ആശ, അല്ലെങ്കിൽ അവൻ്റെ വിളിയിലുള്ള പ്രത്യാശ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമത്തത് എന്താണ്? വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. അവൻ്റെ എന്താണ് മേലെ പറഞ്ഞ? വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. നമ്മുടെ ക്രിസ്തുവിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം, ആ ധനത്തിൻ്റെ മഹത്വം, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ക്രിസ്തുവിലുള്ളായിരിക്കുന്ന അവകാശം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ അളവ്, അതിൻ്റെ ധനം, അത് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് താഴേക്ക് പറയാണ്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് താഴേക്ക് പറഞ്ഞു, നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ശക്തി ആരിലും കൂടെ വ്യാപരിച്ചു എന്നാ പറയുന്നത്. നോക്കിയേ 20-ാം വാക്യം. അങ്ങനെ
എങ്ങനെ? അതിനായി ഈ മേലത്തെ വാക്യം ഞാൻ വായിച്ചത്. നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ശക്തി അങ്ങനെ തന്നെ ആണ് ക്രിസ്തുവിലും വ്യാപരിച്ചത്. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അതേ കാര്യം ഇവിടെ പറയുന്നത്. നമ്മളിൽ വ്യാപരിക്കുന്ന അതേ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചേ. നമ്മളെ മാറ്റി നിർത്തിയിട്ടല്ല അത്. നമ്മുടെ നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആദ്യജാതം എന്ന് പറഞ്ഞ ഇതൊക്കെ എന്തൊരു ഭാഗ്യമാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിന് മാത്രമാണോ ആ അധികാരം, ആ മഹത്വം, ആ ആ പദവി, ആ തേജസ്? അത് ക്രിസ്തുവിന് മാത്രമാണോ? പിന്നെ ആർക്കാ? അവന്റെ ശരീരമായ സഭയ്ക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ഞാൻ ഇതിനാ മോശയുടെ കാര്യം വായിച്ചത്. മോശയുടെ ആ ആത്മാവിനെ എടുത്ത് 70 പേർക്ക് ഭരിക്കാൻ കൊടുത്തത് ഒരു ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ പിന്നീട് സംഭവിക്കാനുള്ള കാര്യം പഴയ നിയമത്തിൽ ദൃഷ്ടാന്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാ, സംഭവിച്ച കാര്യങ്ങളാ. ദൈവം ഇതെല്ലാം വരാതിരിക്കുന്നതെല്ലാം മുന്നമേ തീരുമാനിച്ചതാ. ഈ ക്രിസ്തുവിന് അധികം മരിച്ചവരിൽ നിന്ന് നമ്മിൽ വ്യാപരിക്കുന്ന അതേ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചിട്ട് കർത്താവിനെ ഒന്നാമത് മരിച്ചവരിൽ നിന്ന് ഉയർത്തി. ഒന്നാമത് മരിച്ചവരിൽ നിന്ന് ഉയർത്തിയിട്ട് സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്തിരുത്തി. നമ്മളും ഇരിക്കും കേട്ടോ കർത്താവിനോട് കൂടെ. കർത്താവിനോട് കൂടെ നമ്മളിരിക്കും. കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കും. അവനോട് കൂടെ ഇരിക്കും. സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്തിരുത്തി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും. പിന്നെ ഇനി ഒന്നുമില്ല. ക്രിസ്തുവിന് മീതെ ഇനി ഒന്നുമില്ല. ഒന്നുമില്ല. ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? ആദാമിനെ സൃഷ്ടിച്ച് പറഞ്ഞെന്താ അറിയാമോ? നിങ്ങൾ ഭൂലോകത്തിൽ നിറഞ്ഞ് എന്തിനെയൊക്കെയാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സകല ഭൂചര ജന്തുവിന്മേലും സകല പിന്നെ എന്താണ് സമുദ്രത്തിലെ സകല മത്സ്യത്തിന്മേലും സകലത്തിന്മേലും വാഴാനുള്ള അധികാരമാണ് ആദാമിനെ യഹോവയെ സൃഷ്ടിച്ചിട്ട് കൊടുത്തത്. ഇത് അവര് വലിച്ചെറിഞ്ഞ് കളഞ്ഞേ. ഞങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞേ. സാത്താന് വിറ്റ് കളഞ്ഞത് ഇതാണ്, എല്ലാത്തെയും വാഴാൻ. ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനായ ലോകത്തിലേക്ക് വന്നതിലൂടെ ആ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ തിരിച്ചധികാരത്തോടെ പ്രാപിച്ചു എല്ലാത്തെയും വാഴാൻ. എല്ലാം അവന്റെ കാൽ കീഴാക്കി വെച്ചു പിതാവ്. എല്ലാം അവന് കൊടുത്തു. അത് അവന് വേണ്ടി മാത്രമല്ലെന്ന് പറഞ്ഞു. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്കും കൂടെ പങ്കിട്ട്. അയ്യോ എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തുള്ളാതിരിക്കുമോ? നോക്കിയേ. ഇരുത്തുകയും അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു. നിത്യദൈവം, മഹാദൈവം, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഒരുപാട് കാര്യങ്ങളല്ലേ. സമാധാന പ്രഭു അല്ലേ? അതെല്ലാം ആയിരുന്നവൻ എവിടേക്ക് ഇറങ്ങി വന്നു? ഒന്നുമല്ലാത്തവനായി, ദൂതന്മാരെക്കാളും താഴ്ച വന്നവനായി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താണു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി 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 അങ്ങ് മീതേക്ക് ഉയർത്തി സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അത് അവന് വേണ്ടി മാത്രമല്ല, ആ അവകാശം പങ്കിടുവാൻ മോശയ്ക്ക് 70 പേരെ കൊടുത്തതുപോലെ അവകാശം പങ്കിടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട ഒരു ഭാഗ്യമുള്ള ജനതയാണ് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ യഹൂദന്മാർക്ക് പോലും അവകാശപ്പെടാനായിട്ട് പറ്റുക. ഇത് ശരീരമാകുന്ന സഭ മാത്രം അവകാശപ്പെടുന്ന കാര്യം. ആ അധികാരമെല്ലാം നമ്മൾ പങ്കിടും. എൻ്റെ പ്രിയമുള്ളവരെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരം ചെറിയ രോഗങ്ങളാൽ നഷ്ടപ്പെടുത്താൻ, രോഗങ്ങളാൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എന്തും വരട്ടെ, ഏതും വരട്ടെ, എന്ത് വന്നാലും വേണ്ടില്ല, ഇപ്പം മരിച്ചാലും വേണ്ടില്ല, എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കണം എന്നെണ്ണുവാനായിട്ട് പറ്റിക്കും. നമ്മൾ തകർന്നു പോകുന്നവരായിരിക്കരുത്, ഉറപ്പുള്ളവരായിരിക്കുക. നിങ്ങളുടെ വിളിയിലുള്ള പ്രത്യാശ എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പൗലോസ് പറയുന്നത് ഇതുകൊണ്ടാണ്.
എൻ്റെ പ്രിയമുള്ളവരെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഈ വാക്കുകൾ നിങ്ങളെ കൂടുതൽ ഉത്സാഹഭരിതരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ